ജീവിതത്തിന്റെ ശരി അറിയുമ്പോഴും അത് നിങ്ങൾക്ക് പ്രായോഗികമായി ജീവിക്കുവാനാകുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്. Eco villages turn sustainability from theory into daily lived reality. ഇക്കോ വില്ലേജ് മാതൃകകളുടെ അനിവാര്യത. അറിവുണ്ടായിട്ടും അത് ജീവിതമാകാത്തത് എന്തുകൊണ്ട്? ആധുനിക ജീവിതത്തിൽ പ്രകൃതിയുമായും സമൂഹവുമായുമുള്ള ബന്ധം എങ്ങനെ തകരുന്നു? ഇക്കോ വില്ലേജ് മാതൃക സുസ്ഥിര ജീവിതത്തെ എങ്ങനെ പ്രായോഗികമാക്കുന്നു? അപ്പൊ ആത്യന്തികമായിട്ട് ജീവിതത്തിൽ ശരിയറിയുമ്പോഴും അത് നിങ്ങൾക്ക് പ്രായോഗികമായി ജീവിക്കാനാകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ ഇവിടെ ഉത്തരം കണ്ടെത്തുന്നത്. നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ദിനം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ഇക്കോ വില്ലേജ്, എന്താണ് അത്, സാധാരണ ഗ്രാമത്തിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാണ് എന്നുള്ള കാര്യമാണ് സംസാരിച്ചത്. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് ഈ ഇക്കോ വില്ലേജ് എന്തുകൊണ്ടാണ് അനിവാര്യമായി തീരുന്നത്, ആധുനിക മനുഷ്യന് ഇക്കോ വില്ലേജ് പോലുള്ള ഒരു ജീവിക്കുന്ന മാതൃക എന്തുകൊണ്ട് വേണമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ അന്വേഷണം. അവിടെ നമ്മൾ പ്രാഥമികമായിട്ട് ചോദിച്ച ചോദ്യം ഇതാണ്: ശരിയായ ജീവിതം എന്താണെന്ന് മനുഷ്യൻ അറിയാം, പക്ഷെ അത് പ്രാക്ടിക്കലി അത് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ അവന് ഒരു കോർപ്പോറിയൽ മോഡൽ ആവശ്യമല്ലേ, അനിവാര്യമല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മനുഷ്യന്റെ അറിവിനെ കുറിച്ചാണ്. ആധുനിക മനുഷ്യന് ഇഷ്ടം പോലെ അറിവുണ്ട്. അവന്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ എന്നുള്ള ഗാഡ്ജറ്റ് ഉണ്ടല്ലോ, മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുത്ത് അവൻ കൈവശം ഉപയോഗിക്കുന്ന ആ മൊബൈൽ ഫോൺ എന്നുള്ള ഗാഡ്ജറ്റ് അവന് ഇഷ്ടം പോലെ ഇൻഫർമേഷൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ അറിവെന്നാണ് പറയുന്നത്. ഇൻഫർമേഷനെ നോളജ് എന്നും അറിവെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഒളിമ്പസ് പറയുന്നതനുസരിച്ച് ജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നതിന്റെ ഒറിജിനൽ ഫോമാണ് വിസ്ഡം എന്ന് പറയുന്നത്. അപ്പൊ വിസ്ഡം എന്ന് പറയുന്നത് എന്താണ്? ഒന്നുമായി, ഒരു വസ്തുവുമായി, വസ്തുതയുമായി, യാഥാർത്ഥ്യവുമായി അല്ലെങ്കിൽ പരിസരവുമായി, ഒരു സാഹചര്യവുമായി പൊരുത്തമാകാനുള്ള ശേഷിയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. പൊരുത്തമാകാനുള്ള ശേഷി. നമ്മൾ ഒരിടത്ത് കാലിൽ മുള്ളു കൊള്ളുന്ന സമയത്ത് കാലിനകത്തേക്ക് അത് കയറി. അപ്പൊ അടുത്ത തവണ ആ മുള്ളു വരുന്ന സമയത്ത് അത് കാലിനകത്തേക്ക് കയറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും ദൂരത്തേക്ക് കാലിനെ മാറ്റുന്നൊരവസ്ഥ ജ്ഞാനമാണ്, വിസ്ഡത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പോ ഇത് ശരീരത്തിൽ തട്ടണം. ശരീരത്തിൽ തട്ടിയാൽ മാത്രമേ ഈ ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഈ മൊബൈൽ ഫോണിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഒരിക്കലും ശരീരത്തിൽ തട്ടില്ല. ഇത് വെർച്വൽ റിയാലിറ്റിയാണ്, പ്രതീതമാണ്. എന്ന് വെച്ചാൽ റിയലിസ്റ്റിക്കലി ഇല്ല നമുക്ക് പക്ഷെ ഇൻഫർമേഷന്റെ രൂപത്തിൽ, അക്ഷരത്തിന്റെ രൂപത്തിൽ, ചിത്രത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ അത് ഉണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുകയാണ്. അപ്പൊ അത്രയേറെ കാര്യങ്ങൾ നമ്മൾ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു ദിവസം നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജീവിതം ബാലൻസ്ഡ് ആണോ? ഇപ്പൊ അസുഖം വരുന്നു, അസുഖത്തെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും യൂട്യൂബിൽ ലഭ്യമാണ്, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമാണ്. എന്നിട്ട് നമ്മുടെയൊക്കെ അസുഖം മാറുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇൻഫർമേഷൻ ഓവർഫ്ലോ ഉണ്ട്, പക്ഷെ ജീവിതത്തിൽ ഒരു ബാലൻസ് ഇല്ല. ജീവിതം കൂടുതൽ എന്താ പറയുക, ടർബുലന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അറിവ് ഇല്ലായ്കയല്ല ഇവിടുത്തെ പ്രശ്നം. അറിവെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഇല്ലായ്കയല്ല ഇവിടുത്തെ പ്രശ്നം. ആ ഇൻഫർമേഷൻ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്നുള്ളത് അനുഭവമാകാത്തതാണ്. ജീവിതത്തിൽ അനുഭവം ഇല്ലായ്കയാണ് നമ്മുടെ പ്രശ്നം. ഈ അനുഭവം ഉണ്ടാകണമെങ്കിൽ എന്താണ് വേണ്ടത്? ഈ വെർച്വൽ ആയിട്ടുള്ള ഒരു സാധനത്തെ കാണുന്നതിന് പകരം ആ പറയുന്ന ആശയം, ആ വസ്തുത എന്ന് പറയുന്നത് അത് മോഡലാക്കുന്ന, അതിനെ കോർപ്പോറിയൽ എന്ന് വെച്ചാൽ മൂർത്തം എന്ന് ആക്കുന്ന, അതിന്റെ ഒരു ലിവിങ് മോഡൽ, ജീവിച്ചിരിക്കുന്ന മാതൃക എന്ന് പറയുന്നത് ഉണ്ടാവുക എന്നുള്ളതിന് പരിഹാരം. അപ്പോ അറിവ് എന്നുള്ള സംഭവം നമുക്ക് ഉണ്ട്, അനുഭവമില്ല. അറിവിനെ അനുഭവമാക്കണമെങ്കിൽ അതിന്റെ ലിവിങ് മോഡൽ ആവശ്യമാണ്. അവിടെയാണ് ഇക്കോ വില്ലേജ് ഒരു ലിവിങ് മോഡലായിട്ട് വേണമെന്ന് നമ്മൾ പറയുന്നത്. ഈ എന്തുകൊണ്ടാണ് അറിവ് ജീവിതമാകാത്തത്?
അറിവ് ജീവിതമാകാത്തതിന്റെ കാരണം അറിവ് ഒന്നുകിൽ പുസ്തകത്തില്, അല്ലെങ്കിൽ ഇപ്പോ മറ്റേ എന്താണ് കിൻഡിലില്, അല്ലെങ്കിൽ സ്ക്രീനില്, അങ്ങനെ അതിഷ്ടം പോലെയുണ്ട്. പ്രാക്ടിക്കൽ മോഡൽസ് നമുക്കില്ല. ഇപ്പോ ഈ സ്റ്റൗവിന്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നം പറ്റി, മറ്റേ എണ്ണ കിട്ടാണ്ടായി അല്ലെങ്കിൽ ഗ്യാസ് കിട്ടാതായി. ഉടനെ തന്നെ മറ്റേ നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ഇഷ്ടംപോലെ സ്റ്റൗകളെ കുറിച്ചുള്ള വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഒന്ന് രണ്ടെണ്ണം തേടി പിന്നെ യൂട്യൂബ് തന്നുകൊണ്ടിരിക്കും, ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ റോക്കറ്റ് സ്റ്റൗ, ആ സ്റ്റൗ, ഈ സ്റ്റൗ എന്ന് പറഞ്ഞിട്ട് പലതരം സ്റ്റൗകളുടെ ചിത്രങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഈ സാധനം എവിടെ? നമ്മൾ ആ കാണുന്ന ഒരു ചിത്രം കണ്ടു, പക്ഷെ അത് യഥാർത്ഥത്തിൽ അതിങ്ങനെ സംഭവിക്കുന്നുണ്ടോ? നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നത് കേട്ടുള്ളൂ. അതിന്റെ യൂസ് ചെയ്ത ആളുകളുടെ എക്സ്പീരിയൻസ് എന്താണ്? ഇത് നമ്മൾ പ്രാക്ടിക്കലി അറിയുന്നില്ല. അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് പ്രായോഗിക മാതൃകകളില്ലാതെ ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, പ്രായോഗിക മാതൃകകളില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത്, നമുക്ക് ഇത് നമ്മൾ ഈ വെർച്വലി കാണുന്ന മുഴുവൻ സിദ്ധാന്തങ്ങളാണ്. സിദ്ധാന്തം എന്ന് പറയുന്നത് ചിത്തത്തിന്റെ അന്തമാണ്. ചിത്തം ഉണ്ടല്ലോ, നമ്മൾ അതിനെക്കുറിച്ച് വിശകലനം ചെയ്തു പോകുന്ന ആ ചിത്തത്തിന്റെ അന്തമാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ആ ചിത്തം അന്തമാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളെല്ലാം മുമ്പിൽ കിട്ടിയെന്ന് തോന്നി, അനുഭവം ഉണ്ടോ അതൊട്ടും ഇല്ലതാണ്. അപ്പൊ ഈ സിദ്ധാന്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സാധനത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ ജീവിതത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ തിയറി പറഞ്ഞുകൊണ്ടിരുന്ന തിയറി, ഇപ്പൊ ചില ആളുകളുണ്ട് മനസ്സെന്ന് വെച്ചാൽ എന്താ, ആ ചോദ്യം കേൾക്കുമ്പോൾ ആ ക്യൂരിയോസിറ്റി കാണുമ്പോൾ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ തോന്നും. ഇത്രയും ക്യൂരിയസ് ആയിട്ടുള്ള ഒരാൾ. മനസ്സെന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയുടെ, ധർമ്മ വ്യവസ്ഥയുടെ ആസൂത്രണ സംവിധാനമാണ് എന്ന് ഞാനൊരു മറുപടി കൊടുക്കുന്നു. ഓ, അതാണല്ലേ ഒരു വ്യവസ്ഥയുടെ, ധർമ്മ വ്യവസ്ഥയുടെ ആസൂത്രണ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഞാൻ പറഞ്ഞത് കൃത്യമായ നിർവചനമാണ്. ആ നിർവചനം കേട്ടത് കൊണ്ട് അതെന്തെന്ന് മനസ്സിലാവില്ല. നിർവചിക്കാനുള്ളത് കൃത്യമായി നിർവചിച്ചാൽ ഓരോ പദാനുപദം വിശദീകരിക്കുമ്പോൾ മാത്രമാണ് എന്താണെന്ന് മനസ്സിലാവുക. പക്ഷെ ഈ ചോദ്യം ചോദിച്ച ആൾക്ക് ഇത് മാത്രം മതി, ഈ എന്താ പറയാ ഡെഫിനിഷൻ, നിർവചനം മാത്രം മതി. അതുകൊണ്ട് അവർക്ക് ഓക്കെ. അങ്ങനെയാണ് നമ്മൾ സിദ്ധാന്തങ്ങളെ മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ എന്തും ചോദിച്ചു, ആ ഉത്തരം കിട്ടി, ഓ തൃപ്തികരം. ഇത് ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ബോധം പ്രവൃത്തിയായി മാറാത്തതാണ് അറിവ് ജീവിതമാകാത്തതിന് കാരണം. ബോധം പ്രവൃത്തിയാകണം. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കേട്ടു, ഇപ്പോ സൈക്ലിംഗ് എന്നുള്ള കാര്യം. സൈക്കിൾ ചവിട്ടുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പൊ ഏട്ടന്മാര് സൈക്കിൾ ചവിട്ടുന്ന അനിയന്മാര് നോക്കി നിൽക്കും. അപ്പോൾ നമ്മൾ പറയും, നമ്മുടെ വേലിയുടെ മോളിൽ കൂടെ ഞാനാണെങ്കിൽ ഏട്ടൻ അങ്ങനെ തിരിച്ചുകൊണ്ട്, ഞാനാണെങ്കിൽ അങ്ങനെ ഞാൻ അതിന്റെ മോളിൽ കൂടെ അങ്ങനെ ചാടിച്ചു കൊണ്ടുപോകുന്നൊക്കെ പറയും. സാധിക്കുമോ? ഇല്ല. സൈക്കിൾ ചവിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ, സാധിക്കില്ല എന്നുള്ളത്. അപ്പോ നമ്മുടെ ബോധത്തിലുള്ളത്, നമ്മുടെ ആശയത്തിലുള്ളത്, നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ആ ഒരു കാര്യം പ്രവൃത്തിയായി മാറാത്തതാണ് ഇതിന്റെ പ്രശ്നം. ഇത് തന്നെയാണ് നമ്മുടെ കാര്യത്തിലും, നമ്മുടെ ഈ സസ്റ്റൈനബിലിറ്റിയുടെ കാര്യത്തിലും വരുന്നത്. സസ്റ്റൈനബിൾ ആകണമെങ്കിൽ എന്തു വേണമെന്ന് അറിയാം. സിദ്ധാന്തങ്ങളുണ്ട് നമ്മുടെ തലയിൽ. നമ്മൾ ഇഷ്ടംപോലെ എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻസിന്റെ എൻവയോൺമെന്റൽ തിയറികൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾക്ക് എൻവയോൺമെന്റൽ പാഠങ്ങളുണ്ട് സ്കൂളുകളിലൊക്കെ. പക്ഷെ എങ്ങനെ ജീവിക്കാം അതറിയില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോ ശരിക്കും നമ്മൾ എവിടെയാണ് നമുക്ക് ഈ ബോധം എന്നുള്ളത് ഡിസ്കണക്ട് ആയി നിൽക്കുന്നത്? നമ്മൾ പ്രാക്ടിക്കലി മനസ്സിലാക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒന്നാമത് ഗാഡ്ജറ്റ്സിന്റെ ഇടയിലാണ് ജീവിക്കുന്നത്. നമുക്ക് അനുഭവിക്കാനുള്ള, ഇപ്പൊ ഒരു ചെറിയ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൻ ജീവിതത്തെ പ്രാക്ടീസ് ചെയ്യണം. ജീവിതത്തെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ്, ജീവിതം എന്തെന്ന് അറിയുന്നതിന് മുമ്പ് അവനെ നടതള്ളാനായിട്ട് നമ്മൾ സംവിധാനം, പ്രീ KG, ആദ്യം KG ആയിരുന്നു ഉണ്ടായിരുന്നത്, ചിന്തിച്ചു തുടങ്ങുന്നത്. ഇപ്പൊ ചിന്ത എന്നുള്ളത് എന്താണെന്നോ അല്ലെങ്കിൽ ചിന്ത എന്നുള്ള സംഭവം അവന് തനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ പ്രീ KGയിൽ നമ്മൾ കൊണ്ട് നടതള്ളും. അവിടെ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അവന് റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവന്റെ ആ ഡിസ്കണക്ഷൻ അവിടെ ആരംഭിക്കുന്നുണ്ട്. റിയാലിറ്റിയുമായിട്ടുള്ള, പ്രകൃതിയിൽ നിന്നുള്ള ബന്ധം അവന് നഷ്ടമാകുന്നുണ്ട്, സമൂഹവുമായിട്ടുള്ള ബന്ധം നഷ്ടമാകുന്നുണ്ട്, സ്വയം ബന്ധം നഷ്ടമാകുന്നുണ്ട്. കാരണം അവന്റെ ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്ന നിമിഷം മുതൽ, അവൻ കുട്ടിക്കാലത്ത് അവൻ എന്താ ചെയ്യേണ്ടത്? കുട്ടിയായിരിക്കുക വേണ്ടത്. കുട്ടിക്കാലത്ത് അവൻ കളിച്ചു നടക്കുകയാണ് വേണ്ടത്, മണ്ണിൽ വീഴുകയാണ് വേണ്ടത്, ചെടിക്കും തൂപ്പിനും ഇടയിൽ അലിഞ്ഞില്ലാണ്ടാവുകയാണ് വേണ്ടത്, അവൻ മരത്തിൽ കയറി നടക്കുകയാണ് വേണ്ടത്. ഈ സമയത്താണ് നമ്മൾ അവനെ പ്രീ KG കൊണ്ടുവിടുന്നത്. അപ്പോ അവന് സ്വയമാണ് ആ ബന്ധമില്ലാതാവുന്നത്, സ്വന്തമായിട്ടുള്ള ബന്ധം ദുർബലമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? അവൻ ചെയ്യുന്ന കാര്യങ്ങൾ
റിസൾട്ട് ഉണ്ടാവില്ല. കാരണം അവൻ വേറൊരു സിസ്റ്റത്തിനനുസരിച്ച് പോകണല്ലോ. അപ്പോൾ ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലം ഉണ്ടാവില്ല. ഇവന്റെ കുട്ടിക്കളി ഉണ്ടാകുന്ന പ്രവണത ഉണ്ടാകുമ്പോൾ, കുട്ടിക്കളി ഉണ്ടാകേണ്ടത് എന്തിനാണ്? അവന്റെ കളി അവനിൽ ഉണ്ടാവുന്നത് അവനെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി, അവനെ പാകപ്പെടുത്താൻ വേണ്ടി. ആ പാകപ്പെടുത്തൽ എന്നുള്ളത് അവിടെ ഉണ്ടാകാതെ വരും. അത് ഫലം കാണാത്തതാകും. അവൻ ചെയ്യുന്ന ഒരു കാര്യവും കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കില്ല. ആ റിസൾട്ട് എന്ന് പറയുന്നത്, ആ റിസൾട്ട് ഉണ്ടാകാൻ പാകത്തിലുള്ള ഒരു സെറ്റ് ഓഫ് മെക്കാനിസംസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? ഇൻഡസ്ട്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വർക്ക് ചെയ്യും. ഇവൻ പരീക്ഷ എഴുതിയാൽ പാസ്സാവും, പാസ്സായാൽ അവൻ അടുത്ത ടെസ്റ്റ് എഴുതാം, ടെസ്റ്റ് എഴുതിയാൽ പാസ്സാവും, പാസ്സായാൽ ജോലി കിട്ടും, ജോലി കിട്ടിയാൽ ശമ്പളം കിട്ടും, ശമ്പളം കിട്ടിയാൽ പണം കിട്ടും, പണം വിഭവങ്ങൾ കിട്ടും, ആ വിഭവങ്ങൾ വാങ്ങിച്ച് ജീവിക്കാം. അപ്പൊ ഇവന് ഈ വിഭവത്തിന്റെ ഉൽപാദനത്തിലോ ഉപഭോഗത്തിലോ ഇവന് നേരിട്ട് പങ്കൊന്നുമില്ല. ഇവനൊരു മെക്കാനിസത്തിന്റെ അകത്തൂടെ പോകുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവന്റെ ഉള്ളിൽ കളി ഉണ്ടായത്, ഇവന്റെ ക്യൂരിയോസിറ്റി ഉണ്ടായത്, ഇവന്റെ ശാരീരിക പ്രവർത്തനങ്ങൾ ഉണ്ടായത് അവന് വേണ്ടുന്ന വിഭവങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണെങ്കിൽ ആ വിഭവം കണ്ടെത്തുക എന്നുള്ള കാര്യത്തിൽ അവന് യാതൊരു റോളുമില്ല. ഇവന്റെ ഈ പരിശ്രമങ്ങളെല്ലാം തന്നെ തൊഴിൽ എന്ന രീതിയിൽ, മനുഷ്യാധ്വാനം എന്നുള്ള രീതിയിൽ അത് വേറെ ആർക്കോ വേണ്ടി അവൻ പണയം വയ്ക്കുന്നു. മൊത്തത്തിൽ അവന് റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഒടുവിൽ എപ്പോഴോ അവന്റെ കയ്യിലേക്ക് ഈ ഉപഭോഗ വസ്തു വന്നു ചേരും. അവൻ അതിന്റെ മുകളിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ല. അങ്ങനെയാണ് ഈ ഉപഭോഗം എന്നുള്ളത് ഉത്തരവാദിത്തമില്ലാത്ത ഉപഭോഗം ആയിട്ട് മാറുന്നത്. അത് ഉപഭോഗ സംസ്കാരം ഉണ്ടാകുന്നതിന്റെ റൂട്ടാണ് ഈ പറഞ്ഞത്. ഉത്തരവാദിത്തമില്ലാതെയായിത്തീരുന്നത്, ഇറസ്പോൺസിബിൾ കൺസംഷൻ എന്നുള്ള ഒരവസ്ഥ അവിടെ ഉണ്ടാവും. അവിടെ തന്നെ ഉണ്ടാവുന്ന വേറെ കാര്യത്തിൽ ഉപഭോഗം ചെയ്യുന്ന എന്തിനാണ് ഉപഭോഗം ചെയ്യുന്നത്, എങ്ങനെയാണ് ഉപഭോഗം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇവന് ഉത്തരവാദിത്തമില്ല, അറിവില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് എന്താവും? ഇവൻ ആവശ്യത്തിന് ഉപഭോഗം ചെയ്യും. ഇവന് വെറുതെ കിട്ടിയ പോലെയാണ് ഈ ഉപഭോഗ വസ്തുക്കൾ, അവൻ അതിനെ പാഴാക്കും. ഈ രീതിയിലേക്ക് നമ്മൾ മാറിത്തീരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. നമ്മൾ ഇക്കോ വില്ലേജ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നും വ്യത്യാസപ്പെട്ടാവുന്ന എന്താ വെച്ചാൽ, നമുക്കൊരു ഐഡിയ ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു നമുക്ക് ആശയമുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. നമുക്കിവിടെ ആശയമുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഒരു കുഞ്ഞുണ്ടായാൽ കുഞ്ഞിനെ കളിക്കുക എന്നുള്ളതാണ് ചെയ്യിപ്പിക്കുന്നത്. കുഞ്ഞ് കളിക്കുന്നത് വയലിലായിരിക്കും, കുഞ്ഞ് കളിക്കുന്നത് അപ്പന്റെയും അമ്മയുടെയും ചെറിയപ്പന്മാരുടെയും ചെറിയമ്മമാരുടെയും കൂടെ ആയിരിക്കും. അപ്പൊ കുഞ്ഞ് കളിക്കുന്നത് അവരുടെ മുറ്റത്തായതുകൊണ്ട്, മുറ്റം എന്ന് വെച്ചാൽ അവരുടെ കൃഷിയിടത്തില്, അവരെല്ലാവരും കൂടി ജീവിക്കുന്ന ഇടത്തിൽ, അവരുടെ പ്രവൃത്തി മണ്ഡലത്തിലായിരിക്കുമ്പോൾ കുട്ടികൾ എന്താ ചെയ്യുക? അത് നോക്കി ഇമിറ്റേറ്റ് ചെയ്യും. അവരുടെ കളി എന്ന് പറയുന്നത് ഇപ്പൊ വയലിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കളി എന്നുള്ളത് വയലുമായി ബന്ധപ്പെട്ടത്, വയലിലെ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതായിരിക്കും. വയലിനെ അവർ അനുകരിക്കും, വയലിൽ നടക്കുന്ന ആക്ടിവിറ്റി അനുകരിക്കും. അവർക്ക് അവിടെ നിന്ന് ആ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഉണ്ടാവുക. അവരുടെ സിദ്ധാന്തങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് ലൈഫായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അവരവിടെ ഇപ്പൊ വയലില് കൊയ്ത്ത് നടക്കുകയാണ്, അവിടെ നിന്ന് അവർ നെൽക്കതിരുകൾ അവർ വാരിയെടുക്കുന്നു. അവരും ചെറിയൊരു കറ്റയൊക്കെ കെട്ടി തലയിൽ വെച്ചുകൊണ്ട് അവര് കൊണ്ടുവരുന്നു എന്നിരിക്കട്ടെ. അവനത് പഠിക്കുകയാണ്. അവന്റെ പ്രവൃത്തി ഫലം നേരിട്ട് അനുഭവിക്കുന്നത് അവന് കിട്ടുകയാണ്. എന്നുവെച്ചാൽ ഒരു പ്രവൃത്തി ചെയ്താൽ അതിന് ഫലമുണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം അവന്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ അതിന് കഴിയും. മറ്റേത് പരീക്ഷ എഴുതി എപ്പോ റിസൾട്ട് വരുന്ന അറിയില്ല, പാസ്സാവുമോ എന്നറിയില്ല. പരീക്ഷ എഴുതി, നന്നായി പരീക്ഷ എഴുതി, പക്ഷെ പാസ്സാവണം നിർബന്ധമൊന്നുമില്ല. കാരണം ഫലം വരുന്നത് വേറെ ആരൊക്കെയോ നോക്കി എന്തൊക്കെയോ നോംസ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ എത്ര പരിശ്രമിച്ചാലും അനുഭവം കിട്ടുന്ന വേറൊരു രൂപത്തിലായിരിക്കും. നമുക്കറിയില്ല, ഇത് ഈ പ്രവൃത്തിയും ഫലവും തമ്മിൽ നേരിട്ട ഫലമൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ ഇവിടെ ഇക്കോവിലയിലെ ഒരു ജീവിതത്തിനനുസരിച്ച്, സ്വാശ്രയത്വം ഉള്ളൊരു ജീവിതത്തില് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത് ഫലമായിട്ട് കുഞ്ഞ് നേരിട്ട് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ കൊണ്ടുപോകുന്ന നെന്മണിയുടെ ഓരോന്നിന്റെ ഉത്തരവാദിത്തം അവനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഉപഭോഗ ഉത്തരവാദിത്തത്തോടെ ആയിരിക്കും. ഞാൻ ഈ കുഞ്ഞെന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിൽ നിന്ന് പറയുന്നു എന്ന് മാത്രം, ഇത് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഉപഭോഗം എന്നുള്ളത് ഉത്തരവാദിത്തത്തോടു കൂടിയായിരിക്കും. അവന്റെ ഓരോ ചലനത്തിലും പ്രകൃതിയുമായി നേരിട്ടുള്ള ബന്ധമുണ്ട്. അതവൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, അവൻ കൂട്ടായിട്ടാണ് ജീവിക്കുന്നത്. കൂട്ടായിട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കലിന്റെയും വാങ്ങലിന്റെയും ആൽഗരിതങ്ങൾ, അതിന്റെ വ്യാകരണങ്ങൾ അവന് മനസ്സിലാവും.
വെറുതെ കൂട്ടമായിട്ട് ഇങ്ങനെ ഒരു ഒരു നഗരത്തിൽ കുറെ പേർ അവിടെ ജീവിക്കുന്നു എന്നുള്ളതിന് പകരം സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുന്ന, സഹവർത്തമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം അവനിലുണ്ടാവും. അവിടെ ആരെങ്കിലും തന്നുവിട്ട ടൈം ടേബിൾ അനുസരിച്ച് സ്കൂൾ ബസ് വരുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കില്ല ദിനചര്യ. അത് നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട്, കാർഷിക വൃത്തിയുടെ ഭാഗമായിട്ട്, നമ്മുടെ ഗ്രാമ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ളതായിരിക്കും ദിനചര്യ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഈ ഗ്രാമത്തിന്റെ സിസ്റ്റം ഉണ്ടല്ലോ, ഗ്രാമത്തിന്റെ ഒരു വ്യവസ്ഥയുണ്ട്. ആ ഗ്രാമത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും. ഉദാഹരണത്തിന് പറയണം, ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും, നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫിനെ മെച്ചപ്പെടുത്തും. കാരണം എന്താ, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, നമ്മളാണ് ഭക്ഷണം ഉണ്ടാക്കിയത്, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എങ്ങനെ പ്രോസസ് ചെയ്ത് വരുന്നു നമ്മൾ മനസ്സിലാക്കി. അപ്പോ കിട്ടുന്ന ഭക്ഷണം പ്രകൃതിദത്താണ്. നമ്മുടെ ജീവിതത്തിന്റെ ആ ദിനചര്യ എന്ന് പറയുന്നതെല്ലാം തന്നെ പ്രകൃതിയോടെ രൂപപ്പെട്ടതാണ്. നമ്മളവിടെ ജോലി ചെയ്യുന്നുണ്ട്, വിശ്രമിക്കുന്നുണ്ട്, ഇത് ബാലൻസ് ചെയ്ത് പോകും. കാരണം കുറെ ജോലി ചെയ്തു, അപ്പൊ ക്ഷീണിച്ചു, വിശ്രമിച്ചു കഴിയുമ്പോൾ മനസ്സിലായി അതെല്ലാം ഇവിടെ എത്തിക്കാണ്ട് വീണ്ടും പോയി പണിയെടുത്തു. അപ്പോ ആ ഒരു ബാലൻസ്, ജോലി വിശ്രമം, അതായത് ശരീരപ്രവർത്തനങ്ങളുടെ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റിയുടെ ബാലൻസ് അവിടെ കൃത്യമായിട്ട് വന്നു. ഈ അവിടുത്തെ ആരോഗ്യം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് ആശുപത്രിയിൽ നിന്ന് വാങ്ങിക്കുന്ന, മരുന്ന് കമ്പനികളിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല ആരോഗ്യം. അവിടെ ജീവിതത്തിന്റെ ഔട്ട്പുട്ടാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യത്തിന് വേണ്ടി ജീവിക്കേണ്ട കാര്യമില്ല, ജീവിച്ചാൽ മതി, അത് ആരോഗ്യത്തോടു കൂടിയായിരിക്കും. അവിടെ നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ വല്ലയിടത്തും പോയി തെണ്ടി വാങ്ങിക്കേണ്ട കാര്യമില്ല, പ്രാദേശികമായിട്ടുള്ള ഉത്പാദനം ഉണ്ടായിരിക്കും. വേറെ ആരെയും നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല, നമ്മൾ സ്വയം പര്യാപ്തരാണ്. എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനെ പുനഃസ്ഥാപിക്കാനുള്ള, ഇപ്പോ യുദ്ധമോ ബോംബിങ്ങോ ഒക്കെ നടന്നു, പക്ഷെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയും. അഥവാ അതിന് നമ്മുടെ സ്ഥലത്ത് തന്നെ വന്ന് ബോംബ് വീണാലും നമ്മൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ജീവനോടെ ഉണ്ടെങ്കിൽ, പുതിയൊരിടത്ത് ഉള്ള സംവിധാനത്തിൽ നിന്നും പട്ടപൂജ്യത്തിൽ നിന്നും ആദ്യം മുതൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശേഷി ഈ ഓരോ കുഞ്ഞിനും അവിടെ ജീവിക്കുന്നവർക്കും ഉണ്ടായിരിക്കും. അപ്പോ ഇവിടെ സുസ്ഥിരത എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമല്ല, അത് അനുഭവമാണ്. നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഓൾട്ടർനേറ്റ് എന്ന് പറയുന്നത്, മറ്റൊരു വഴി എന്ന് പറയുന്നത്, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ലിവിങ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തെളിവായിട്ടുണ്ട്. മനുഷ്യന് തെളിവ് വേണമല്ലോ, എല്ലാ കാര്യത്തിലും തെളിവ് വേണം. അപ്പോ ഈ പ്രായോഗികമായിട്ട് സുസ്ഥിരത സാധിക്കാൻ കഴിയുമെന്ന് പറയുന്നത് നമുക്ക് ഒരു എവിഡന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ എവിഡൻസ് കിട്ടുന്ന സമയത്ത് മനുഷ്യന്റെ ബോധം അതിനനുസരിച്ച് തൃപ്തികരമായ രീതിയിൽ മാറും. അവിടെ ഒരു സംസ്കാരം രൂപപ്പെടും. അവിടെ ഈ അറിവെന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും കാലം കേട്ടിരുന്ന, നമ്മൾ മൊബൈൽ ഫോണിൽ കൂടെയൊക്കെ കേട്ടിരുന്നതിന് പകരം ഇവിടെ യഥാർത്ഥത്തിലുള്ള അറിവ് നമ്മുടെ ബോധമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇക്കോ വില്ലേജുകൾ ഉണ്ടാകണം, മാതൃക ഉണ്ടാവണം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ അറിവ് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ ജീവിതത്തെ കുറിച്ച് അറിയുന്നതിന് പകരം നമുക്കിങ്ങനെ ഈ ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു ചെറിയ പ്ലാറ്റ്ഫോം അല്ല വേണ്ടത്, ജീവിതത്തെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്, അല്ലെ? അപ്പോ പ്രാക്ടിക്കലി ആ ജീവിതം കാണിക്കുന്ന ഇടമാണ്, സുസ്ഥിരത കാണിക്കുന്ന ഇടമാണ് ഇക്കോ വില്ലേജ്. അങ്ങനെയൊന്നും ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എവിഡന്റായി, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി, നമുക്ക് അനുഭവമായി, നമ്മുടെ ഉള്ളിലെ പരിവർത്തനങ്ങൾക്ക് കൃത്യമായിട്ട് താങ്ങും തണലുമായിട്ട് ഇതിലെ അനുഭവങ്ങൾ വരികയാണ്. അവിടുത്തെ ദിനചര്യ എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ഈ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തതാണ്. അവിടുത്തെ ലിവിങ് മാത്രം മതി നമുക്ക് സസ്റ്റൈനബിലിറ്റി തരാൻ, ആരോഗ്യം തരാൻ. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി മെനക്കെടണ്ട, സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി മെനക്കെടണ്ട, അവിടെ ജീവിച്ചാൽ മതി. ആ ജീവിതം കൊണ്ട് തന്നെ അവിടെ ആരോഗ്യം ഉണ്ടാവും, അവിടുത്തെ ജീവിതം കൊണ്ട് തന്നെ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും, അവിടുത്തെ ജീവിതം കൊണ്ട് തന്നെ സഹവർത്തിത്വം ഉണ്ടാവും. അപ്പോ പ്രാക്ടിക്കലി ജീവിച്ചിരിക്കുന്ന സുസ്ഥിരതയാണ് ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കേണ്ടത് എന്താ പറയാ, സുസ്ഥിരതയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമല്ല സുസ്ഥിരത. നമ്മൾ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അത് ജീവിക്കേണ്ട കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന സമയത്ത് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മുടെ പത്തായത്തില് നിറച്ച് ഇങ്ങനെ നെല്ല് വെച്ച് അതിന്റെ അപ്പുറത്തേക്ക് ബാക്കിയുള്ള അരിയും കൂടെ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് ഇനി വരുന്ന 1, 2, 3 വർഷത്തേക്ക് നമുക്ക് വേണ്ടുന്ന ഭക്ഷണം ഇവിടെ കരുതി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു അറിവുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു അറിവാണ്, വല്ലാത്തൊരു ബോധ്യമാണ്.
അങ്ങനെ ഒരു അനുഭവത്തിലേക്ക്, നിറവിലേക്ക് നമ്മൾ ചെന്നാൽ മാത്രമേ നമുക്ക് സുസ്ഥിരത സാധ്യമാക്കാനാവൂ. അല്ലാതെ സിദ്ധാന്തങ്ങൾ പഠിച്ചു വെച്ചിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന കുറെ വെർച്വൽ നോളജ് വെച്ചിട്ടതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇക്കോ വില്ലേജ് മാതൃകയായിട്ടുണ്ടാവണം എന്ന് പറയുന്നത്. പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ടുണ്ടാവണം. അത് കാണുന്ന സമയത്ത് ഇത് ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒന്നും എനിക്ക് വേണം എന്നുള്ള, എനിക്കൊരു ഹോം സ്റ്റഡ് ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യത്തിലേക്ക് വരും. അപ്പൊ എന്താണ് ഹോം സ്റ്റഡ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ മനസ്സിലാക്കുക, ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത് ഒരു ജീവിത മാതൃകയാണ്. അത് എസെൻഷ്യലാണ്. ഒരു മാതൃകയില്ലാതെ ആധുനിക ഈ തോണ്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് അവന്റെ ആ റിയാലിറ്റിയിലേക്ക് എത്താൻ കഴിയില്ല. കാരണം സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല, അത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. അത് പഠിക്കേണ്ടതല്ല. സുസ്ഥിരത എന്ന് പറഞ്ഞ് പഠിക്കേണ്ടതല്ല, അത് ജീവിക്കേണ്ടതാണ്. അതിന് ഒരു ജീവന മാതൃകയാണ് നമുക്ക് വേണ്ടത്. ആ ജീവിച്ചിരിക്കുന്ന മാതൃകയാണ് ഇക്കോ വില്ലേജ്. അത്തരം ഇക്കോ വില്ലേജിന്റെ നിർമ്മിതിയിൽ നിങ്ങളും ഭാഗമാവുക, അതിന്റെ അകത്ത് ജീവിക്കുക. നിങ്ങളുടെ മക്കളെ ഈ അനുഭവങ്ങളിലൂടെ കടത്തിവിടാൻ നിങ്ങൾ തയ്യാറാവുക. അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.